നമസ്കാരം, എല്ലാവർക്കും ഗുരുദക്ഷിണയിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങളുടെ സുരേഷ്. ഇന്ന് ഞാനിവിടെ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ആരായിരിക്കും കേരളത്തിൻ്റെ ഒരു നല്ല മുഖ്യമന്ത്രി കാൻഡിഡേറ്റ് എന്നതിനെക്കുറിച്ചാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇലക്ഷന് മുമ്പ് പല ആളുകൾക്കും അവരുടെ രാഷ്ട്രീയ ചായ്വിനനുസരിച്ച് വ്യത്യസ്തരായ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥികളുണ്ടായിരുന്നു. ഇപ്പോൾ ഇലക്ഷൻ കഴിഞ്ഞു, കോൺഗ്രസിനും UDFനും വമ്പിച്ച ഭൂരിപക്ഷമാണ് ഇവിടെ ലഭിച്ചിരിക്കുന്നത്. ഇങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ ഇനി ആരായിരിക്കണം മുഖ്യമന്ത്രി എന്നുള്ളതാണ് നമ്മളിവിടെ നോക്കുന്നത്. ഇതുവരെ നമ്മൾ കോൺഗ്രസിൻ്റെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റുകാരുടെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി എന്ന് കണ്ടിരുന്നതിൽ നിന്ന് വ്യത്യാസമായിട്ട് ആരായിരിക്കും നമ്മുടെ മുഖ്യമന്ത്രി എന്നതിനെക്കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്. റൈറ്റ്. അപ്പോൾ ഇതിൽ 3 പേരാണ് ഇപ്പോൾ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥികൾ അല്ലെങ്കിൽ മുഖ്യമന്ത്രിയാകാനുള്ള വ്യക്തികളായിട്ടുള്ളത്. 1 KC വേണുഗോപാൽ, 2 VD സതീശൻ, 3 രമേശ് ചെന്നിത്തല. അപ്പോൾ ഇങ്ങനെയുള്ള ഈ കാൻഡിഡേറ്റുകളെ നമ്മൾ കമ്പയർ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ആരായിരിക്കണം നമ്മുടെ മുഖ്യമന്ത്രി എന്ന് ഒരു അഭിപ്രായത്തിലെത്താൻ പറ്റും, അല്ലേ? പലരും പല കാര്യങ്ങളാണ് സംസാരിക്കുന്നത്. ഇപ്പോൾ ഞാൻ എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ കൂടെ അതിനെ നോക്കിക്കാണാൻ ശ്രമിക്കുകയാണ്. അപ്പോൾ ഞാൻ നോക്കുമ്പോൾ ഇപ്പോൾ അല്ലെങ്കിൽ നമ്മുടെ മുമ്പിലുണ്ടായിരുന്ന മുഖ്യമന്ത്രിമാർ അവരെക്കുറിച്ച് ഇപ്പോൾ എൻ്റെ ഓർമ്മ വെച്ച് നോക്കുകയാണെങ്കിൽ കരുണാകരൻ, EK നായനാർ, AK ആൻ്റണി, പിന്നെ ഉമ്മൻചാണ്ടി, പിന്നെ പിണറായി വിജയൻ, ഇങ്ങനെയുള്ള മുഖ്യമന്ത്രിമാരെയാണ് ഞാൻ കണ്ടിട്ടുള്ളത്. അപ്പോൾ എന്നേക്കാൾ പ്രായമുള്ളവർക്ക് അതിനു മുമ്പുണ്ടായിരുന്ന മുഖ്യമന്ത്രിമാരെക്കുറിച്ച് പല അഭിപ്രായങ്ങളുണ്ടാവും. പക്ഷേ ഞാൻ ഈ മുഖ്യമന്ത്രിമാരുടെ എല്ലാവരുടെയും ഒരു കഴിവ് വെച്ച് നോക്കുകയാണെങ്കിൽ എൻ്റെ അഭിപ്രായത്തിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട 2 മുഖ്യമന്ത്രിമാരാണ് ഉണ്ടായിരുന്നത്. ഒന്ന് VS അച്യുതാനന്ദനും, രണ്ടാമത്തത് ഉമ്മൻചാണ്ടിയുമാണ്. അതിനു മുമ്പ് EK നായനാർ വളരെ നല്ല മുഖ്യമന്ത്രി ആയിരുന്നു എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഞാൻ അന്ന് ചെറുപ്പമായതുകൊണ്ട് എനിക്ക് അത്രത്തോളം ഓർമ്മയില്ല. അദ്ദേഹത്തിൻ്റെ ഭരണപരമായ കാര്യങ്ങളെക്കുറിച്ച് എനിക്ക് നല്ല ഓർമ്മയില്ല. അതിനു മുമ്പായിരുന്നു ലീഡർ മുഖ്യമന്ത്രിയായിരുന്നത്. വളരെ നല്ല അഭിപ്രായമാണ് പലർക്കും ഉള്ളത്, പക്ഷേ ഇതിനെക്കുറിച്ച് എനിക്ക് പറയാൻ കഴിയുന്നില്ല. പക്ഷേ ഈ മുഖ്യമന്ത്രിമാരെക്കുറിച്ചൊക്കെ നമ്മൾ ആലോചിക്കുകയാണെങ്കിൽ നമ്മൾ എപ്പോഴും ആഗ്രഹിക്കുന്നത് ജനങ്ങളെ കേൾക്കുന്ന, എന്ത് കാര്യങ്ങളുണ്ടെങ്കിലും അതിനെക്കുറിച്ച് പൊട്ടിത്തെറിക്കാതെ അതിനെ സൗമ്യമായി ഇരുന്ന് കേട്ട് അതിനൊരു സൊല്യൂഷൻ കണ്ടുപിടിക്കുന്ന മുഖ്യമന്ത്രിമാരാണ് നല്ലത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. റൈറ്റ്. ഞാൻ പറഞ്ഞതിൻ്റെ ഉദ്ദേശം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഇതിനു മുമ്പുണ്ടായിരുന്ന മുഖ്യമന്ത്രി പിണറായി വിജയൻ, എന്തുകൊണ്ട് ജനങ്ങൾക്ക് പിണറായി വിജയനെ ഇഷ്ടപ്പെടാതെ പോയി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ധാർഷ്ട്യം, അദ്ദേഹം ബാക്കിയുള്ളവർ പറയുന്നത് കേൾക്കാൻ തയ്യാറായില്ല എന്നുള്ളതാണ്. റൈറ്റ്. അദ്ദേഹം എന്ത് പറയുന്നു അത് ജനങ്ങൾ കേൾക്കണം. ആ സമയം നമ്മൾ ഉമ്മൻചാണ്ടിയുടെ കാര്യം എടുക്കുകയാണെങ്കിൽ ജനങ്ങൾ ഓടിക്കൂടുമായിരുന്നു ഉമ്മൻചാണ്ടിയുടെ ചുറ്റും, അല്ലേ? എല്ലാവരും അദ്ദേഹം കേൾക്കുമായിരുന്നു. അതുകൊണ്ട് എല്ലാവർക്കും അദ്ദേഹത്തോടും ഇഷ്ടമായിരുന്നു. എല്ലാവരുടെയും പ്രശ്നങ്ങൾ അദ്ദേഹം നല്ല രീതിയിൽ തന്നെ പരിഹരിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. പരിഹരിച്ചതെന്ന് ഞാൻ പറയുന്നില്ല. ഇത് രാഷ്ട്രീയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോംപ്ലിക്കേറ്റഡ് ആണ്. ആളുകളുടെ ഇഷ്യൂസ് കോംപ്ലിക്കേറ്റഡ് ആണ്. എല്ലാത്തിനും സൊല്യൂഷൻ കണ്ടെത്തുക എന്ന് പറയുന്നതും പോസിബിൾ അല്ല. അപ്പോൾ അങ്ങനെ ഒരു ആരും അമാനുഷികരല്ല. അത് നമ്മൾ മനസ്സിലാക്കിയിട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്ക് വേണ്ട ഒരു മുഖ്യമന്ത്രി ജനങ്ങളെ കേൾക്കാൻ കഴിയുന്ന, നമ്മുടെ ഓപ്പോസിഷൻ പാർട്ടി പറയുന്നത് എന്താണെന്ന് കേൾക്കാൻ കഴിയുന്ന, എല്ലാവരെയും ഒരേപോലെ കാണാൻ കഴിയുന്ന ഒരാളായിരിക്കണം. അപ്പോൾ അങ്ങനെ നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്ക് ഈസിയായിട്ട് അനലൈസ് ചെയ്യാൻ പറ്റുന്ന 2 പേര്, ഒന്ന് VD സതീശനും മറ്റൊന്ന് രമേശ് ചെന്നിത്തലയുമാണ്. KC വേണുഗോപാൽ നമ്മുടെ നിയമസഭയിൽ ഓപ്പോസിഷൻ പാർട്ടി ലീഡറായിട്ട് ഉണ്ടായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് ആ അനാലിസിസ് കുറച്ച് ഡിഫിക്കൽട്ടാണ്. പക്ഷേ ഞാൻ ഇപ്പോൾ നടന്ന ഈ 2 ടേമും നോക്കുകയാണെങ്കിൽ രമേശ് ചെന്നിത്തല വളരെ ഭംഗിയായിട്ട് ഉയർത്തിപ്പിടിക്കേണ്ട പ്രശ്നങ്ങളെല്ലാം ഉയർത്തിപ്പിടിക്കുകയും അതിന് നല്ല രീതിയിൽ തന്നെ പല പ്രശ്നങ്ങളെക്കുറിച്ചും ആവലാതി ഉന്നയിക്കുകയും അതിനു വേണ്ടിയിട്ട് പ്രക്ഷോഭങ്ങളൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കുകയും ചെയ്തിരുന്നു. കൊള്ളാമായിരുന്നു. ഇനി നമ്മൾ VD സതീശൻ്റെ കാര്യം എടുക്കുകയാണെങ്കിൽ VD സതീശൻ രമേശ് ചെന്നിത്തല പ്രതിപക്ഷ നേതാവ് ആയിരുന്നപ്പോൾ തന്നെ ഒരുപാട് പ്രശ്നങ്ങൾ ഉയർത്തിക്കൊണ്ടുവരികയും അതിലൊക്കെ നല്ല രീതിയിൽ പഠിക്കുകയും മനസ്സിലാക്കുകയും
അതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യുകയും ചെയ്തിരുന്നു. പക്ഷേ നമ്മൾ ലാസ്റ്റ് ടേമിനെ കുറിച്ച് നോക്കുകയാണെങ്കിൽ ഞാൻ ശ്രദ്ധിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ ആ ബോഡി ലാംഗ്വേജ് വെച്ച് നോക്കിക്കഴിഞ്ഞാൽ പിണറായി വിജയൻ എങ്ങനെയാണോ അതേപോലെ തന്നെ എതിർക്കുന്ന, അതേപോലെ തന്നെ ദേഷ്യം കാണിക്കുന്ന, ദേഷ്യമെന്ന് പറഞ്ഞുകൂടാ, ഒരു എന്താ പറയുക, ഒരു സ്വല്പം ധാർഷ്ട്യത്തോടെ പെരുമാറുന്ന ഒരു പ്രതിപക്ഷ നേതാവിനെയാണ് എനിക്ക് വി ഡി സതീശനിലൂടെ കാണാൻ കഴിഞ്ഞത്. ഇപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ തന്നെ ഈ ഇലക്ഷൻ ക്യാമ്പയിൻ തുടങ്ങുമ്പോൾ എല്ലാവർക്കും അറിയാം UDF ആണ് അധികാരത്തിൽ വരാൻ പോകുന്നതെന്ന്. പക്ഷേ ഇദ്ദേഹത്തിൻ്റെ ധാർഷ്ട്യം ഒരു 10 മടങ്ങ് വർദ്ധിച്ചതുപോലെയാണ് ഞാൻ TV-യിലൊക്കെ കണ്ടപ്പോൾ എനിക്ക് തോന്നിയിട്ടുള്ളത്. അദ്ദേഹം വളരെ നന്നായിട്ട് കാര്യങ്ങൾ പഠിക്കുന്ന വ്യക്തിയാണ്, അതിനെ അഡ്രസ്സ് ചെയ്യുന്ന വ്യക്തിയാണ്. അദ്ദേഹത്തിൻ്റെ അങ്ങനത്തെ കേപ്പബിലിറ്റിയെക്കുറിച്ചല്ല ഞാനിവിടെ പറയുന്നത്. പക്ഷേ സരസമായിട്ട് കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ അദ്ദേഹത്തിന് കഴിയുമോ എന്നുള്ള കാര്യത്തിൽ എനിക്ക് ഡൗട്ടുണ്ട്. വേറാസ് നമ്മളിപ്പോൾ എടുക്കുകയാണെങ്കിൽ രമേശ് ചെന്നിത്തലയെ പറ്റി പറയുകയാണെങ്കിൽ അദ്ദേഹം വളരെ സരസമായിട്ട് ആളുകളെ കേൾക്കാനും ആളുകളോട് ഇൻറ്ററാക്ട് ചെയ്യാനും ഒക്കെ ഒരു കഴിവുള്ള വ്യക്തിയായിട്ടാണ് എനിക്ക് കാണാൻ കഴിയുന്നത്. അപ്പം അങ്ങനെ നോക്കുമ്പോൾ ഈ 2 വ്യക്തികളിലും എനിക്ക് രമേശ് ചെന്നിത്തലയെ പോലുള്ള ഒരു മുഖ്യമന്ത്രിയാണ് കേരളത്തിന് വേണ്ടത് എന്നാണ് എനിക്ക് തോന്നുന്നത്. അതെൻ്റെ അഭിപ്രായം മാത്രമാണ്. നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്തൂ. ഇനി നമ്മൾ രമേശ് ചെന്നിത്തലയും KC വേണുഗോപാലിനെയും കുറിച്ച് കമ്പയർ ചെയ്യുകയാണെങ്കിൽ ആദ്യത്തെ ആദ്യത്തെ പോയിന്റിൽ ഞാൻ വി.ഡി. സതീശിനേക്കാളും കൂടുതൽ പോയിന്റ് കൊടുക്കുന്നത് രമേശ് ചെന്നിത്തലയ്ക്കാണ്. ഇപ്പോൾ രമേശ് ചെന്നിത്തലയും നമ്മൾ KC വേണുഗോപാലിനെ കുറിച്ച് കമ്പയർ ചെയ്യാം. അപ്പോൾ KC വേണുഗോപാലിനുള്ള ഒരു വലിയ അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കേന്ദ്ര നേതൃത്വമായിട്ട് അദ്ദേഹത്തിന് കണക്ഷനുണ്ട്. പിന്നെ രമേശ് ചെന്നിത്തല ഉയർന്നു വരുന്നതിനെ തടയാൻ വേണ്ടിയിട്ട് KC വേണുഗോപാൽ ശ്രമിക്കുകയുണ്ടായിട്ടുണ്ട്. അതിനുശേഷമാണ് വി.ഡി. സതീശനെ അദ്ദേഹം കേരളത്തിലേക്ക് അല്ലെങ്കിൽ പ്രതിപക്ഷ നേതാവായിട്ട് തിരഞ്ഞെടുക്കാൻ ശ്രമിച്ചത്, അല്ലെങ്കിൽ തിരഞ്ഞെടുത്തത്, അല്ലെങ്കിൽ അതിനുവേണ്ടി ചുക്കാൻ പിടിച്ചത്. അപ്പോൾ ഒന്നും സംസാരിക്കാതെ, വലിയ വിഷയമൊന്നും ഉണ്ടാക്കാതെ രമേശ് ചെന്നിത്തല അത് അംഗീകരിക്കുകയുണ്ടായി. അതൊരു നല്ല കപ്പാസിറ്റിയുള്ള വ്യക്തിക്ക് കഴിയുള്ളൂ, അല്ല നല്ല കാര്യങ്ങളെ അതിൻ്റെ രീതിയിൽ കാണാൻ കഴിയുന്ന ഒരു നേതാവിനെ അതിന് പറ്റുള്ളൂ. അല്ലെങ്കിൽ രമേശ് ചെന്നിത്തലയ്ക്ക് ആ സമയത്ത് തന്നെ ഒരു പ്രശ്നം ഉണ്ടാക്കി, ഇല്ല ഞാൻ തന്നെ പ്രതിപക്ഷ നേതാവാകും എന്ന് പറയാമായിരുന്നു അല്ലേ? അപ്പോൾ അങ്ങനെ ചെയ്തിട്ടില്ല. അത് മാത്രമല്ല, എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന മറ്റൊരു കാര്യം, ഉമ്മൻചാണ്ടി ഉണ്ടായിരുന്നപ്പോൾ രമേശ് ചെന്നിത്തലയ്ക്ക് കൂടുതൽ ആളുകളുടെ സപ്പോർട്ട് ഉണ്ടായിട്ട് കൂടി സീനിയർ എന്ന നിലയിൽ അദ്ദേഹം ഉമ്മൻചാണ്ടിയെ സപ്പോർട്ട് ചെയ്തു എന്നാണ് പറയുന്നത്. അപ്പോൾ ഇത്രത്തോളം വിട്ടുവീഴ്ചകളൊക്കെ ചെയ്യാൻ തയ്യാറുള്ള, മറ്റാളുകളോടൊക്കെ സംസാരിക്കാൻ റെഡി ആയിട്ടില്ല. ഇപ്പോൾ വേറെ പാർട്ടികളുണ്ട് അല്ലേ, ഇപ്പോൾ മുസ്ലിം ലീഗ് ഉണ്ട്, കേരള കോൺഗ്രസ് ഉണ്ട്, അതേപോലെ മറ്റ് പല കക്ഷികളുമുണ്ട്. അവരുമായിട്ടൊക്കെ ഒരു സമവായത്തിൽ നിൽക്കാൻ കഴിയുന്ന വ്യക്തിയാണ് രമേശ് ചെന്നിത്തല. അത് മാത്രമല്ല, ഇപ്പോൾ വെള്ളാപ്പള്ളി നടേശൻ്റെ ഈ ഇരുവരുടെ സഖ്യവുമായിട്ടോ അല്ലെങ്കിൽ എന്താ പറയുക അവരുടെ SNDPയുമായിട്ടോ അല്ലെങ്കിൽ NSSുമായിട്ടോ ഒക്കെ നല്ല ഒരു റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ടും രമേശ് ചെന്നിത്തലയ്ക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ KC വേണുഗോപാലിനെ കുറിച്ച് സംസാരിക്കുകയാണെങ്കിൽ അദ്ദേഹം തന്ത്രങ്ങൾ മെനയാൻ വളരെ നല്ല ആളാണ്. ഈ തന്ത്രങ്ങൾ ഒരു മുഖ്യമന്ത്രി എന്ന രീതിയിൽ നല്ലതായിരിക്കും. പക്ഷേ നമ്മൾ സാധാരണഗതിയിൽ ഒരു സ്ട്രെയിറ്റ് ഫോർവേഡായിട്ട് കാര്യങ്ങൾ ചെയ്യുന്ന, കുറച്ച് സരസമായിട്ട് കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്യാൻ കഴിയുന്ന ഒരാളെ അല്ലേ മുഖ്യമന്ത്രിയായിട്ട് ആഗ്രഹിക്കുക? എനിക്കങ്ങനെയാണ് തോന്നുന്നത്. ഇതെൻ്റെ അഭിപ്രായമാണ്. നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്തൂ. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ.